إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ അംബിയ ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചത്. സൂറത്തുൽ അംബിയയിലെ ഒന്നാമത്തെ ആയത്താണ് അൽഹംദുലില്ലാഹ് നമ്മൾ വിശദീകരിച്ചത്. ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന വിഷയം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹിസാബ് വളരെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ആളുകൾ ആ ഹിസാബിനെ സംബന്ധിച്ച് വളരെയധികം അശ്രദ്ധയിലാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് ആളുകൾ പിന്തിരിയുന്നവരാണ്. ഇതാണ് ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി ബാക്കിയുള്ളതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم. لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم. أفتأتون السحر وأنتم تبصرون. أفتأتون السحر وأنتم تبصرون. ഇതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് മാ യഅതീഹിം മിൻ ദിക്രിൻ. അവിടെ മാ യഅതീഹിം ആദ്യത്തെ മീമ് ശ്രദ്ധിക്കുക, രണ്ട് മീം ഒന്നിച്ചു വന്നു. മാ യഅതീഹിം എന്നുള്ള മീമും മിൻ എന്നുള്ളതിൻ്റെ മീമും. ആദ്യത്തേതിന് സുക്കൂനാണ്, രണ്ടാമത്തേന് കസ്റാണ്. അപ്പോൾ ആദ്യത്തെ നൂനിനെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പോൾ മാ യഅതീഹിം രണ്ട് മീം അവിടെ ഒന്നിച്ചു വന്നു. പിന്നെ ദിക്രിൻ അവിടെ ദാൽ എന്നുള്ളത് ഇൽഹാറിൻ്റെ അക്ഷരമല്ല, അതുകൊണ്ട് അവിടെ മണിച്ചിട്ട് ഓതണം. ദിക്രിൻ ദിക് കാഫിന് അവിടെ ഫത്ഹാണ്, സുക്കൂനാണ്. ദിക്രിൻ അവിടെ ദിക്രിൻ എന്ന് ഇദ്ഹാർ ചെയ്യാൻ പാടില്ല, തൻവീൻ. ദിക്രിൻ മിർ റബ്ബിഹിം അവിടെ നൂന് സാക്കിനക്ക് ശേഷം റാ വന്നു. അപ്പൊ മിൻ റബ്ബിഹിം നല്ലോത മിർ റബ്ബിഹിം. അപ്പൊ ദിക്രിൻ മിർ റബ്ബിഹിം, മിൻ റബ്ബിഹിം നോതരുത്, മിർ റബ്ബിഹിം, ദിക്രിൻ മിർ റബ്ബിഹിം.
പിന്നീട് നേരത്തെ അതേപോലെ തന്നെ രണ്ട് മീം ഒരുമിച്ച് വന്നു. ആദ്യത്തെ മീമിന് സുക്കൂനാവുന്നു. മിർ റബ്ബിഹിം, റബ്ബിഹിം എന്നുള്ള മീമ് സാക്കിനാണ്. മുഹ്ദസ് എന്നുള്ള മീമ് ലമ്മാണ്. അപ്പോൾ ഒന്നിനെ മറ്റൊന്നിലേക്ക് ഇദ്ഗാം ചെയ്യണം. മിർ റബ്ബിഹിം മുഹ്ദസിൻ, അവിടെ ഇദ്ഹാർ ചെയ്യണം. മുഹ്ദസിൻ ഇല്ലസ്തമഉ, മുഹ്ദസിൻ എന്ന് ഓതാൻ പാടില്ല. മുഹ്ദസിൻ ഇല്ലസ്തമഉ. കാരണം ഇദ്ഹാർ ചെയ്യാനുള്ള കാരണം എന്താണ്? തൻവീന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. ഹംസ ഇദ്ഹാറിന്റെ അക്ഷരമാണ്. അപ്പൊ തൻവീന് ശേഷം ഹംസ വന്നുകൊണ്ട് മുഹ്ദസിൻ ഇല്ലസ്തമഊഹു. പിന്നെ വഹും യൽഅബൂൻ, വഹും യൽഅബൂൻ, അവിടെ വാവ് യൽഅബൂന്റെ വാവ് കുറച്ച് നീട്ടാണ്. കാരണം അവിടെ പിന്നെ നമ്മൾ വഖഫ് ചെയ്യാൻ, വഖഫ് ചെയ്യുമ്പം ഏതക്ഷരമാണെങ്കിൽ കുറച്ച് നീട്ടിയിട്ട് എന്ത് ചെയ്യാം? വഖഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ലാഹിയതൻ ഖുലൂബുഹും, ലാഹിയതൻ ഖുലൂബുഹും എന്ന് ഓതാൻ പാടില്ല. ലാഹിയതൻ ഖുലൂബുഹും എന്ന് ഇദ്ഹാർ ചെയ്യാൻ പാടില്ല. ലാഹിയതൻ ഖുലൂബുഹും നിർത്തുകയാണെങ്കിൽ ഖുലൂബുഹും, അവിടെ വഖഫ് ചെയ്യാനാണ് കുറച്ചും കൂടി നല്ലത്. വഅസറുൻ നജ്വ, വഅസറുൻ നജ്വ, അവിടെ നൂന് മണിച്ചിട്ട് ഓതാം. വഅസറുൻ നജ്വ അല്ലദീന, വഅസറുൻ നജ്വ, ജീമ് സാക്കിനാണ്, ഹുറൂഫുൽ ഖൽഖല. നജ്വ ഖുത്ബുജദ്ദല്ലേ. അപ്പോൾ അസറുൻ നജ്വ അല്ലദീന ളലമു ഹൽ ഹാദ, ഹൽ ഹാദ രണ്ട് ഹ ആണ്. ഹല്ലാദ എന്ന് പറയുന്നത് അവിടെ ലാമ് പിന്നെ സുക്കൂൻ അവിടെ വെളിവാകന്നെ വേണം. ഹല്ലാദ എന്നല്ല, ഹൽ ഹാദ എന്ന് തന്നെ ഓതണം. ഹല്ലാദ എന്നല്ല, ഹൽ ഹാദ എന്ന് തന്നെ. ഹൽ ഹാദ. പിന്നെ ഹാദ എന്നുള്ള അവിടെ 6 ഖദർ നീട്ടണം. ഹൽ ഹാദ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇല്ലാ ബശറും മിസ്ലുക്കും, അവിടെ തൻവീന് ശേഷം മീമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബശറും ആ നൂന മീമാക്കണം. ബശറും മിസ്ലുക്കും, ബശറും മിസ്ലുക്കും. മിസ് സാഇന് സുക്കൂനാണ്, മിസ്ലുക്കും. പിന്നെ അഫതഅതൂന അസ്സിഹ്റ വഅൻതും തുബ്സിറൂൻ, വഅൻതും, അൻതും എന്നല്ല, വഅൻതും തുബ്സിറൂൻ, ബാഇന് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല. തുബ്സിറൂൻ, പിന്നെ അവിടെ വാവ് മദ്ദക്ഷരമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. അപ്പോൾ കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ വെച്ചാൽ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, ജനങ്ങൾക്ക് വിചാരണ വളരെ അടുത്തെത്തിയിട്ടുണ്ട്, പക്ഷെ ജനങ്ങൾ വളരെ ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. അതേപോലെ തന്നെ മുഅ്രിദൂൻ, ആളുകൾ പിന്തിരിഞ്ഞു കളയുന്നവരാണ്. അപ്പോൾ ഈ രണ്ട് പിന്നെ വിശേഷണം ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒന്ന് ഗഫ്ലത്ത്, ഗഫ്ലത്ത് പറഞ്ഞാൽ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ദീനിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അശ്രദ്ധ. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര ശ്രദ്ധിക്കാൻ, അതിൽ നമുക്ക് യാതൊരു അശ്രദ്ധ ഉണ്ടാവില്ല. ദീനിന്റെ കാര്യത്തിൽ നമുക്ക് ആകെ അശ്രദ്ധ ഉണ്ടെങ്കിൽ അത് ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാവും. മുഅ്രിദൂൻ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു കളയുക. ഈ രണ്ട് വിശേഷങ്ങൾ വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളിൽ അധികം ആൾക്കാർക്ക് അതുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ് മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം. മാ യഅതി, അതാ യഅതി എന്ന് പറഞ്ഞാൽ എന്താ? വരിക എന്നാണ്. അതാ എന്ന് പറഞ്ഞാൽ വന്നു, യഅതി എന്ന് പറഞ്ഞാൽ വരുന്നു. അപ്പൊ മാ യഅതീഹിം, ഒരു അവരിലേക്കൊന്നും വരുന്നില്ല. മാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥമാണ്. മാ യഅതീഹിം മിൻ ദിക്രിൻ, അവരിലേക്ക് എന്ത് വന്നാലും, ഇനി നഫീൻ്റെതാണെങ്കിൽ മാ യഅതീഹിം, ഒരു വസ്തുവും അവരിലേക്ക് എത്തുന്നില്ല. എങ്ങനെ എത്തുന്നില്ല? എന്താ അവിടെ ഉദ്ദേശം? ഉദ്ദേശം വഹയാണ്. അവരിലേക്ക് ഒരു വഹയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നില്ല. എന്തിൽ നിന്ന് എത്തുന്നില്ല? മിൻ ദിക്രിൻ, ദിക്റിൽ നിന്ന്. ദിക്ർ കൊണ്ട് ഉദ്ദേശം ഖുർആനും സുന്നത്തുമാകുന്ന വഹയാണ്. അപ്പൊ ഖുർആനും സുന്നത്തുമാകുന്ന വഹി അത് എവിടുന്നാണ്? മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള എന്തൊരു ദിക്ർ അവരിലേക്ക് എത്തിയാലും. എങ്ങനത്തെ ദിക്ർ എന്നറിയാം?
കേട്ട് 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 പഴയതായതൊന്നുമല്ല. മുഹ്ദസ്. മുഹ്ദസ് എന്ന് പറഞ്ഞാൽ, ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ ഭാഷാപരമായ അർത്ഥം? ഹദീസ് എന്ന് പറഞ്ഞ ഭാഷാപരമായ അർത്ഥം പുതിയത് എന്നർത്ഥം. പുതിയത്. അൽ അസ്റുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ പുതിയ എന്ന് പറഞ്ഞാൽ പിന്നെ പുതിയ കാലം എന്നൊക്കെ പറയുന്നത് അതാണ് ഹദീസ്. മുഹ്ദസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. കേട്ടില്ലേ നമ്മൾ എല്ലാ ഖുതുബയിലും കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ എന്ന് പറഞ്ഞാൽ എല്ലാ പുതിയതും ബിദ്അത്താണ്. അപ്പൊ ചില ആൾക്കാർ എല്ലാ പുതിയതും അല്ല, പിന്നെ കുറച്ച് നല്ല വിധത്ത് വേറുണ്ട്. നബിസ്വലാസം പറഞ്ഞ കുല്ലു വിധത്തും ദലാല, എല്ലാ വിധത്തും ദലാലത്താണ്. എല്ലാ നായും നജസ എന്ന് പറഞ്ഞത് അർത്ഥം പിന്നെ നജസല്ലാ നായിന്റെ കൊല്ലു വിധത്തും ദലാലത്ത്. നമ്മൾ കുറച്ച് ആൾക്കാർ പറയണല്ല എല്ലാ വിധത്തും ദലാലത്തല്ല, കുറച്ചൊക്കെ നല്ല വിധത്തുണ്ട്. നബി കൊല്ലു, നബിക്ക് അറബി അറിയില്ല. അപ്പോഴത്തെ എല്ലാം നബിനേക്കാൾ അറബി അറിയുന്ന ആൾക്കാരാണുള്ളത്. പിന്നെ മാത്രമല്ല വക്കുല്ലു ബിദഅത്തിൻ ദലാല വക്കുല്ലു ദലാലത്തിൻ ഫിന്നാർ. എന്നോട് പറഞ്ഞു മുഹദ്ദസ് എന്ന് പറഞ്ഞാൽ പുതിയത്. അപ്പൊ റസൂൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുതിയ പുതിയ വാർത്തകൾ അവരിലേക്ക് എന്ത് വന്നാലും, ഇത് മക്കത്ത് മുശ്രിക്കുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മുനാഫിക്കുകളെ സംബന്ധിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇത് അവർക്ക് മാത്രം ആവാതുക ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഒരു ദിക്റ് പുതിയതായിട്ട് നമ്മൾ കേൾക്കണം. അപ്പൊ നമ്മളെന്താ, നമ്മുടെ നിലപാട് എന്തായിരിക്കും? ഇനി പറയുന്ന നിലപാടാകാൻ പാടില്ല. ഇല്ലസ്തമഊഹു, അതിന് അവർ ശ്രവിക്കുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു ഒരു ആയത്തിറക്കി റസൂൽ ഒരു ഹദീസ് പറഞ്ഞാൽ, ഇല്ലസ്തമഊഹു, അതിന് അവർ കേൾക്കുന്നേ ഇല്ല. എങ്ങനെയല്ലാതെ വഹും യൽഅബൂൻ. ലൈബ പറഞ്ഞെന്താ? കളി. ഓരോ കളിയിൽ ഇങ്ങനെ ആയത്തുണ്ടോ തന്നെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആയത്തുകൾക്കും ദിക്റുകൾക്കും ഒരു വിലയും നിലയും കൊടുക്കാത്തവർ. നിങ്ങൾ ആലോചിക്ക് നമ്മുടെ ഖൗമിന്റെ അവസ്ഥ. ഇപ്പൊ മക്കത്തെ മുശ്രിക്കിനെ പറ്റിയപ്പോ എന്തേ പറയണേ? മക്കത്തെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സത്യനിഷേധികളായ ആളുകളുടെ സ്വഭാവമാണല്ലോ ഈ പറഞ്ഞത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വല്ല ദിക്റുകളും പുതുതായി കൊണ്ടവർക്ക് വന്നാൽ അതവർ കേൾക്കുന്ന എങ്ങനെയാണ്? ഓരോരോ പണിയിൽ ഇങ്ങനെ ശുഗലായി ഇൽഅബു എന്ന് പറഞ്ഞ ചില മുഫസ്സിരികൾ പറഞ്ഞ് ഇല്ലാ മുസ്തഹസിഊന, പരിഹസിക്കുന്നവരായിട്ട്. നമ്മൾ കളിയാക്കാറില്ലേ ആള് ഓനെ കളിയാക്കാന്ന് പറഞ്ഞതാ, അതാണ് ലൈബ് എന്ന് പറഞ്ഞത്. കളി ആരെങ്കിലും സാധാരണ നമ്മൾ കളി കാര്യത്തിൽ കളിക്കുന്നില്ല. ശരിക്കും കളി നമ്മൾ സാധാരണ പറച്ചിലെന്താ? കളി എന്നല്ല പറയാ, കാര്യം ആരെങ്കിലും പറയണ്ടാവും. കളിക്ക് കാര്യം ആരും പറഞ്ഞു, കളിക്കെന്താ നമ്മൾ പറയുന്നത്? കളി എന്നാ. ആ പദത്തിന്റെ അർത്ഥം തന്നെ ഒരു കളിയാണ് എന്ന് പറഞ്ഞ ഒരു തമാശ. അപ്പൊ ദീനിന്റെ കാര്യങ്ങൾ ഒരു ലൈബായിക്കൊണ്ട്, കളിയായിക്കൊണ്ടും തമാശയായിക്കൊണ്ടുമാണ് അവർ സ്വീകരിക്കുക. ഇത് മക്കത്തെ മുശ്രിക്കിന് ഇറങ്ങിയ ആയത്താണെങ്കിലും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും പാലിക്കേണ്ടതാണ്. കാരണം മക്കത്തെ മുശ്രിക്കിനെ പറ്റി അള്ളാഹ് നമുക്ക് പഠിപ്പിച്ച എന്തിനാ? അത് നമ്മൾ അതുപോലെ ഉണ്ടാകാതിരിക്കാനാണ്. മക്കത്തെ മുശ്രിക്കിന്റെ സ്വഭാവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സതഫ്തരിഖു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് ഭിന്നിക്കും 73 കക്ഷികളായി. അതിൽ 72 നരകത്തിലേക്കായിരിക്കും, ഒന്നാണ് സ്വർഗത്തിലേക്ക് ഉണ്ടാകുക. അപ്പൊ 72 കക്ഷികളെ സംബന്ധിച്ച് വിശ്വാസം പറഞ്ഞെന്തിനാ? ആ 72 കക്ഷികളുടെ സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. നമുക്ക് ഏത് സ്വഭാവം ഉണ്ടാണ്ട്? ഈ സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷികളുടെ സ്വഭാവം നമുക്കുണ്ടാണ്ട്. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് 72 കക്ഷികളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അഹ്ലു ബിദഅത്തിന്റെ ആളുകൾ, ഏതൊക്കെയാണ് പിഴച്ച കക്ഷികൾ. ആ കക്ഷികളുടെ സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മക്കത്തെ മുശ്രിക്കിന്റെ സ്വഭാവം അള്ളാഹ് നമുക്ക് പറഞ്ഞു തരുന്നു. ആ സ്വഭാവം നമുക്കുണ്ടാകാൻ നമ്മൾ ആരെ പോലാവും? അവരെ പോലാവും. അതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഏതെങ്കിലും സമുദായത്തോട് സാദൃശ്യമുള്ളവനായാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. വിശ്വാസപരമായിട്ടും അഖീദയിലും വസ്ത്രത്തിലും ആചാരത്തിലും സ്വഭാവത്തിലും നടത്തത്തിലും ഡ്രസ്സിലും ഏത് കോലത്തിലാണ്.
ഇന്നിപ്പോൾ നമ്മൾ പെണ്ണുങ്ങളൊക്കെ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ നല്ല മൊത്തം മുസ്ലിം സമുദായത്തിൻ്റെ ആഘോഷങ്ങളാണെങ്കിലും അവരുടെ കല്യാണങ്ങളാണെങ്കിലും അവരുടെ പിന്നെ ഇനി എന്തെടുത്തു നോക്കി ഒക്കെ അള്ളാഹിൻ്റെ റസൂലുള്ളാഹിൻ്റെയും കൽപ്പന പ്രകാരമൊന്നും ആയിരിക്കില്ല അധികം ഉണ്ടാകുക. പിന്നെ മറ്റേ കൗമ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട്. അതന്നെ ഇപ്പം പണ്ടൊക്കെ പിന്നെ വിതരം തന്നെ വിധത്താണ് പോട്ടെ, പക്ഷെ പണ്ടത്തെ നബിദിനം എങ്ങനെയാണ്? പണ്ടത്തെ നബിദിനം നിങ്ങളാരെയും കണ്ടില്ല പള്ളിമ ലൈറ്റ്? അന്ന് ലൈറ്റ് ഇല്ലേ? ലൈറ്റ് ഒന്നും ഉണ്ട്, പക്ഷെ പള്ളിമക്ക് ലൈറ്റ് എപ്പോഴാ വന്ന്? ഈ അടുത്ത കാലത്താണ്. അതിന് പ്രത്യേക ആയത്തൊന്നും ഇറങ്ങിയില്ലല്ലോ. എവിടെ കിട്ടിയതാ? ക്രിസ്ത്യാനികൾ നിങ്ങൾ കണ്ടില്ലേ പള്ളി പെരുന്ന? ഇപ്പം നമ്മളെ നാട്ടിൽ ക്രിസ്ത്യാനി ചർച്ചില്ല കേട്ടാ. നമ്മളെ മഞ്ചേരി നെൽപുര ഭാഗത്തുനിന്ന് പോയിക്കാണ് നമ്മളെ മുസ്ലിം പള്ളിയെക്കാട്ടും കൂടുതൽ എല്ലാ ലൈറ്റും അലങ്കരിക്കും. അപ്പൊ ഞമ്മക്കും തോന്നുകയാണെന്ത്, നമ്മളെ നബിയല്ലേ വലിയ നബി, അങ്ങനെയല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മോശാൻ പാടില്ല. ഇതൊക്കെ എവിടെ കിട്ടിയതാണ്? അന്യ കൗമിന്റെ ആചാരങ്ങൾ ഈ ഖബർ കെട്ടിപ്പൊന്തിക്കണന്നെ അവിടെ കിട്ടിയതാണ്. ഞാൻ പറഞ്ഞ വസ്ത്രം, മുസ്ലിം സ്ത്രീകൾ ഇത്രമാത്രം വളരെ മോശമായ രീതിയിൽ മാഷാ അല്ലാഹ്, വളരെ മോശമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന സംസ്കാരം ഇവിടെ കിട്ടിയ. പണ്ടൊക്കെ പെണ്ണുങ്ങൾ കണ്ടില്ല നിങ്ങൾ, പിന്നെ എങ്ങനെ പോവുക പുറത്തിറങ്ങുക? ഞങ്ങൾ ഈ പെണ്ണുങ്ങളെ പറ്റിയല്ല കേട്ടോ പറഞ്ഞു. പണ്ടത്തെ പെണ്ണുങ്ങൾ എങ്ങനെ പുറത്തിറങ്ങുക? കുട ഉണ്ടാവും, വേനലാണെങ്കിലും മഴക്കാലാണെങ്കിലും എന്തുണ്ടാവും? കുടം. എന്നിട്ട് അന്ന് മുഖം മറക്കലില്ലെങ്കിൽ കുട കൊണ്ട് എന്ത് ചെയ്യും? മറക്കും. ഇന്നിപ്പോ കുടമില്ല. മാത്രല്ല, ആണുങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പെണ്ണുങ്ങളുടെ സൈഡൊക്കെ മാറിക്കും. എന്നോ ഇപ്പൊ നമ്മൾ മാറിക്കൊടുത്താല് മുട്ടാതെ കഴിച്ചിലാവും. ഇതറിഞ്ഞ എല്ലാരെ പറ്റിയല്ല പറഞ്ഞ ഔദുബില്ല. അങ്ങനത്തെ ആളുകളും മുസ്ലിം സമുദായത്തിൽ ഉണ്ട്. പണ്ടും ഞാൻ പെണ്ണുങ്ങൾ ബസ്സിന്റെ ബാക്ക് കൂടെ കയറൂലേ പെണ്ണുങ്ങൾ? എത്ര തിരക്ക് മുന്നിലുണ്ടെങ്കിലും എല്ലാ പെണ്ണുങ്ങളും എന്ത് ചെയ്യുള്ളൂ? മുന്നിലല്ലേ കയറുള്ളൂ. ബാഗ് കയറും. ഇപ്പോഴോ ഇനിയിപ്പോൾ സ്കൂളൊക്കെ കുട്ടികളൊക്കെ നോക്കിയേ കൂടെ കയറും. അല്ലാഹുലാക്കത്തില്ല. നമ്മൾ മാറും. അവരുടെ മറ്റുള്ളവരുടെ സംസ്കാരം, പ്രത്യേകിച്ചും ലജ്ജയില്ലാത്ത ആളുകളുടെ സംസ്കാരം എന്ത് ചെയ്യാണ്? നമ്മളിങ്ങനെ വാരി വലിച്ച് തിന്നാണ്. അള്ളാഹ് ഇവിടെ പറഞ്ഞ് മറ്റുള്ളവരെ ആ സ്വഭാവം പറഞ്ഞെന്ന് വെച്ചാൽ, അവർക്ക് എന്തെങ്കിലും ദീനിന്റെ ഒരു ഉപദേശം അവർക്ക് വന്നു കിട്ടിയാൽ കളിയും തമാശയുമായിക്കൊണ്ടല്ലാതെ അവർ അതിനെ സ്വീകരിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നിങ്ങൾ നോക്കി. ഇതിന് നേരെ എതിരാണ്. അള്ളാഹുവിന്റെ ഒരു ആയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ആയത്ത് ഉടൻ നടപ്പാക്കും, ഒരു സെക്കൻഡ് വൈകൂല. ഇപ്പൊ നിങ്ങൾ ആലോചിക്ക്, പിന്നെ ഹിജാബിന്റെ ആയത്തിറങ്ങി, അഥവാ സ്ത്രീകൾ എന്ത് ചെയ്യണം? പർദ്ദ സ്വീകരിക്കണമെന്ന് ആയത്തിറങ്ങിയപ്പം വസ്ത്രം മര്യാദയ്ക്ക് ധരിക്കാനില്ലാത്ത സ്ത്രീകൾ വെള്ള വസ്ത്രം കീറിയിട്ട് തുന്നിയിട്ടൊക്കെയാണ് ഹിജാബ് ഇട്ടത്. കള്ളിന്റെ ആയത്ത് നിങ്ങൾക്ക് അറിയാലോ. കള്ളായന്റെ ആയത്തിറങ്ങിയപ്പോ എന്താണ്? ആ കള്ള് പിന്നെ അന്ന് ഹറാമായിട്ടില്ല, മുഴുവൻ ഹറാമായിട്ടില്ല. വീപ്പ് അവിടെ ഉണ്ട്. കുടിച്ചവർ വായിൽ കൈയിട്ട് ഛർദിച്ചു. ഇനി വീപ്പ് അവിടെ ഉള്ള ആളുകൾ എന്ത് ചെയ്തു? അതിനിപ്പോ ഏതായാലും ഇത് ഇറങ്ങണതിന്റെ മുമ്പുള്ളതല്ലേ. നമ്മളാണെങ്കിൽ പല ന്യായീകരണം ഉണ്ടാവും. ഇത് ഇറങ്ങണതിന്റെ മുമ്പുള്ള വീപ്പല്ലേ, ഞാൻ അതും കൂടി കച്ചവടം നിർത്തിയിട്ട് എന്ത് ചെയ്യാ? നിർത്താം. അങ്ങനല്ല, തച്ച് പൊളിച്ചു. ഒരായത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് അപ്പടി പാലിക്കുന്നവരാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത്. നിങ്ങൾ ആലോചിച്ച് മസ്ജിദുൽ ഖിബ്ലത്തൈൻ, മദീനയിൽ പോയ ആളുകൾ കണ്ടിട്ടുണ്ടോ മസ്ജിദുൽ ഖിബ്ലത്തൈൻ? എന്തുകൊണ്ടാണ് ആ പള്ളിക്ക് അങ്ങനെ പേര് വരാൻ കാരണം? അതായത് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മദീനയിൽ വഹി ഇറങ്ങി ഖിബ്ല, പിന്നെ ഇത് എന്താണ് ഖിബ്ല കഅബയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ബൈത്തുൽ മുഖദ്ദിസിൽ നിസ്കരിച്ച്, അപ്പോൾ ഈ റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ച ആളുകള് പിന്നെ തൊട്ടടുത്തുള്ള മദീനയിൽ റസൂലുള്ളാഹിന്റെ പള്ളി കൂടാതെ 7 പള്ളികളുടെ ഹദീസിലുണ്ട്. 7 പള്ളികൾ. വലിയ പള്ളി ഏതാണ്? റസൂലുള്ളാഹിന്റെ പള്ളി. കാരണം പല ഗോത്രങ്ങളായിട്ടുള്ള സഹാബത്ത് ജീവിക്കണം. അപ്പൊ ഈ 7 പള്ളികളിലേക്ക് ആളെ പറഞ്ഞേക്കാണ്. എന്തായിട്ടുണ്ട്? ഖിബല മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ മസ്ജിദുൽ ഖിബലത്തിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഇവിടെ നിസ്കാരത്തിലാണ്. ചില റിവായത്തിൽ റുക്കൂലാന്നുള്ളത്. ആ റുക്കൂവിൽ തന്നെ അവർ തിരിഞ്ഞു എന്നാ കേട്ട ഉടനെ. ഖിബല മാറിയിട്ടുണ്ട്, കഅബയിലേക്ക് തിരിയണം കേട്ട ഉടനെ. ഇനി ബുദ്ധി അടുത്ത നിസ്കാരത്തിൽ തിരിയാന്നല്ല, അപ്പൊ കേട്ടു ആ നിസ്കാരത്തിൽ തന്നെ
തിരിഞ്ഞു. നിസ്കാരത്തിന് നേരെ ഉൾട്ട തിരിഞ്ഞു. അതായത് ഹദീസിൽ കാണാം, മുന്നിലുള്ള സ്ത്രീകൾ പിന്നിലേക്ക് മാറി. മസ്ജിദുൽ മഖ്ദിസും ഇത് രണ്ട് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ കഅബയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഈ ലേഡീസ് പെടുകയാണെങ്കിൽ ലേഡീസ് പുറത്തേക്ക് നിന്നും പുരുഷന്മാർ ഇങ്ങോട്ട് നിന്നും എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത നിസ്കാരം മുതൽ നോക്കാം, ഇനിയിപ്പോൾ ഇതിങ്ങനെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ അള്ളയും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പടി സ്വീകരിക്കാൻ തയ്യാറാണ്. അത് ചോദ്യമൊന്നുമില്ല. പിന്നെ നബിസല്ലാഹു ഒരിക്കൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും കേട്ട സംഭവമായിരിക്കും, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെരുപ്പ് അവിടെ അയച്ചു വെച്ചു. ചെരുപ്പോടെ അയച്ചു വെച്ചു. അപ്പൊ സഹാബത്ത് എല്ലാവരും വെച്ചു. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് നബി ചോദിച്ചു, നിങ്ങളെന്തിനാ ചെരുപ്പ് വെച്ചത്? അപ്പൊ സഹാബത്ത് നിങ്ങളെന്തിനാ ചെരുപ്പ് വെച്ച്? അതുകൊണ്ട് നമ്മൾ വെച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ചെരുപ്പിൽ ചില ഖദറുകളുണ്ട്, ചില മാലിന്യങ്ങളുണ്ടെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് വഹി തന്നു. അതുകൊണ്ട് ആ ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അയച്ചു വെച്ചു. അപ്പൊ നബി എന്താ ചെയ്യണമെന്ന് നോക്കിക്കാ സഹാബത്ത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർണം ഹറാമാകുന്നതിന് മുമ്പ് ഒരു സ്വർണ്ണ മോതിരം ധരിച്ചിരുന്നു. അപ്പൊ സഹാബത്തൊക്കെ സ്വർണ്ണ മോതിരം ധരിച്ചു. ചോദ്യമൊന്നുമില്ല, അന്ന് സ്വർണ്ണം ഹറാമായിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വർണ്ണ മോതിരം ഒഴിവാക്കി. അപ്പൊ സഹാബത്തൊക്കെ ഒഴിവാക്കി. ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ആൺകുട്ടിയൊക്കെ സ്വർണം ധരിപ്പിക്കണം എപ്പോഴും ഉണ്ട്. അതിന് മുജാഹിദീങ്ങളും ഒക്കെ ഉണ്ട്. ഹറാമാണ്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ഞാൻ പറഞ്ഞത് വെച്ചാൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഈ മുശ്രിക്കിനെ പോലല്ല. അവർക്ക് എന്തൊരു ദിക്റ് വന്നാലും അത് വേഗത്തിൽ അവർ സ്വീകരിക്കും. എന്നിട്ട് അള്ളാഹ് അവരെ പറ്റി വീണ്ടും പറയാം, ലാഹിയത്തൻ ഖുലൂബുഹും. ലാഹിയത്ത് എന്ന് പറഞ്ഞാൽ ലഹവ് എന്ന് പറഞ്ഞാൽ ലഅബു ലഹവ്, ഇത് രണ്ട് ഒരർത്ഥത്തിൽ പ്രയോഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഖൽബ് എന്താണ്? ലാഹിയത്താണ്, ഒരു അശ്രദ്ധയിലാണ്. എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. കാരണം ഹൃദയത്തിൽ കാണുന്നതൊക്കെ ഇറങ്ങേണ്ടത്. എവിടേക്കത് ഇറങ്ങേണ്ടത്? ചെവിയോട് കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ സാധാരണ വയത് ഇട്ടെന്നാണെങ്കിൽ മൈക്രോ ഓപ്പറേറ്റർ എന്നാണെന്ന് അറിയാം. ഓ കേൾക്കാത്ത വയതുണ്ടോ? മൈക്കിന്റെ ഓപ്പറേറ്റർ കേൾക്കാത്ത വയതുണ്ടോ? ഇല്ലല്ലോ. എല്ലാ വയതും കേൾക്കണില്ല. ഓ കേൾക്കാഞ്ഞിട്ടാ പിന്നെന്താ നന്നാകത്ത് ഇവിടക്കിറങ്ങും. കൽബിക്കാണ് ഇറങ്ങേണ്ടത്, ചവിട്ടിക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ സൂചിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പരാമർശിച്ച അവയവം ഏതാണ്? കൽബാണ്, ഹൃദയമാണ്. മനുഷ്യന്റെ കണ്ണിനെ പറ്റി അല്ലുണ്ട്, കാലിനെ പറ്റിയുണ്ട്, വിരലുകളെ പറ്റിയുണ്ട്, അതുപോലെ തന്നെ നെഞ്ചിനെ പറ്റിയുണ്ട്, അതുപോലെ തന്നെ വയറിനെ പറ്റിയുണ്ട്. ഇതൊക്കെ ഖുർആനിൽ. അവരുടെ ചുണ്ടുകളെ പറ്റിയുണ്ട്, കണ്ണുകളെ പറ്റിയുണ്ട്, മുഖത്തെ പറ്റിയുണ്ട്. എല്ലാ അവയവങ്ങളെ സംബന്ധിച്ചും ഏകദേശം ഖുർആൻ പരാമർശമുണ്ട്. പക്ഷെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട അവയവം ഏതാണ്? കൽബാണ്. കാരണം അതാണ് റസൂൽ പറഞ്ഞ, അലാ ഇന്ന ഫിൽ ജസദി മുദ്അതൻ ഫഇദാ സലഹൽ ജസദു ഫഇദാ സലഹത് സലഹൽ ജസദു കുല്ലു. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം നന്നായാൽ മൊത്തം ശരീരം നന്നാവും. അത് കേടുവന്നാൽ ബാക്കിയെല്ലാം കേടുപോകും. അതേതാണ്? ഹൃദയം. അപ്പൊ ഹൃദയം, അതുകൊണ്ടാണ് അവിടെ ലാഹിയത്തൻ ഖുലൂബുഹും. കാരണം അവരത് ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം അവരുടെ ഹൃദയങ്ങൾ ലഹുവിലാണ്. ലഹു എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാണ്, തമാശയിലാണ്. ഇതിനൊന്നും ഒരു കാര്യമാക്കി എടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ല അവരുള്ളത്. ഇപ്പോഴത്തെ ശരിക്കും നമ്മുടെ യുവതലമുറയും യുവാക്കളും യുവതികളൊക്കെ ജീവിക്കണ ഈ ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഭാവിയെ പറ്റിയൊന്നും ഒരു ചിന്തയില്ല നമ്മളെ പ്രോഗ്രാം. കാരണം ഇപ്പം ഇവിടെ അടിച്ചു പൊളിക്കാം. ഇപ്പം ഒരു കല്യാണം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, വീട്ടിൽ കല്യാണം ഉണ്ടായാൽ ഇസ്ലാമിൽ കല്യാണത്തിൻ്റെ ചടങ്ങ് എന്തുള്ളൂ? വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക, നിക്കാഹ് നടത്തുക, ഇതല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പം പലപ്പോഴും എന്താ വെച്ചാൽ, ഞാൻ ആരും വിമർശിക്കാനും, ഞാൻ ഈ മോങ്ങത്തങ്ങാടിയുള്ള കല്യാണത്തിനായിട്ട് ഞാൻ പറഞ്ഞു, മൊത്തത്തിൽ ഉമ്മത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു കല്യാണം നടത്തണമെങ്കിൽ എത്രയാണ് ചെലവ്? നിങ്ങൾ ആലോചിച്ചു. ഒരു ചെറിയ കല്യാണം ആർക്കും നടത്താൻ കഴിയുമോ? ഇതൊക്കെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞ ഒരു താൻപോരിമുക്കുമ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അതേ സമയത്ത് ദീനിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ ദീനുമായിക്കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിനെ പറ്റിയൊന്നും വലിയ ശ്രദ്ധ ഒന്നുമില്ല. ഞാൻ പറയാം, ഖുർആൻ ക്ലാസ്, അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ദീനിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ആളുകൾ ജുമാക്ക് തന്നെ വരില്ല. എപ്പോഴാ കുറച്ച് വയസ്സായ 60 വയസ്സായ കുറച്ച് ആൾക്കാർ ഒന്നാമത്തെ സഫിലും രണ്ടാമത്തെ സഫിലൊക്കെ ഉണ്ടാവും.
നമ്മളെ യുവാക്കളോടെ ഇരിക്കുക, ഓർക്ക് ഓരോ സഫ് പെണ്ണുങ്ങളെ പറഞ്ഞ് ബാക്കിൽ ഇങ്ങട്ടാ. പ്രത്യേക യുവാക്കളോട് ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ സഫ് എടുത്തേക്കാൻ അധികം അറിയും, ആ ചുമരുമെന്ന് ഇവിടുന്ന് ഇങ്ങട്ടാ. കാരണം ഓല് പിന്നെ ചാരി ഇന്ന് പിന്നെ എന്നുള്ള ഒരു അശ്രദ്ധമായ ജീവിതമാണ് പലപ്പോഴും ആളുകൾ നയിച്ചുകൊണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു മുശ്രിക്കിന്റെ സ്വഭാവമാണ്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ രൂപത്തിലുള്ള ഒരു അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എപ്പോഴും അവൻ അള്ളാഹിനെ സംബന്ധിച്ചൊരു പേടിയും അതേപോലെ തന്നെ അള്ളാഹിനെ സംബന്ധിച്ചുള്ളൊരു പ്രതീക്ഷയും അവനുണ്ടാകണം. ഈ ഒരു സ്വഭാവമാണ് ഈ ആളുകൾക്ക് അധികം. അതാണ് ലാഹിയത്തൻ ഖുലൂബുഹും എന്ന് പറഞ്ഞു. ഇത് മക്കത്തെ മുശ്രിക്കിന്റെ സ്വഭാവം. ഇത് നമുക്കുണ്ടാകാൻ പാടില്ല. ഇത് നമുക്കുള്ളത് കൊണ്ടാണ് പലപ്പോഴും എന്താ വെച്ചാൽ ഈ രൂപത്തിൽ നമ്മുടെ സംസാരത്തിലാണെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിലാണെങ്കിലും നമ്മുടെ വസ്ത്രത്തിലാണെങ്കിലും നമ്മുടെ ഏത് ഇടപാടിലാണെങ്കിലും ഈ ഒരു ലഹു ശരിക്ക് പലപ്പോഴും ഉള്ളത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഗൗരവം നമുക്കില്ലാത്ത ഒരു ഗൗരവമില്ലല്ലോ. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര ആളുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി അതോട് ഒഴിവാക്കുക. പലപ്പോഴും നമ്മൾ ആദ്യം എന്താ ചെയ്യുക, അതിന് ന്യായീകരിക്കാനല്ല നോക്കുക. ഇപ്പൊ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു തിന്മ ഉണ്ട് നോട്ടിക്കോളി. ആ തിന്മ അള്ളയും റസൂലും വിലക്കിയതാണ് നമുക്കൊരു വിവരം കിട്ടി, നമ്മൾ അറിയാതെ ചെയ്തതാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, പരമാവധി അതിനെ ന്യായീകരിച്ച് പിടിച്ചിക്കാനാണ് നോക്കുക. അതെന്തുകൊണ്ടാ വെച്ചാൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകാത്തോണ്ടാണ്. അള്ളയും റസൂലും നമുക്ക് നിർബന്ധമാക്കിയ ഒരു കാര്യം അത് എന്തുകൊണ്ടാണ് ആളുകൾ ചെയ്യാത്തത്, അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തോണ്ടാണ്. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ അത്തരത്തിലൊരു ഖൽബാകാം. അതുകൊണ്ടാണ് ഖൽബിന്റെ ഗഫലത്തിൽ നിന്ന് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരണം തേടിയിട്ടുണ്ട്. ഖൽബിന്റെ ഗഫലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാത്ത അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഗഫലത്തുള്ള ഖൽബിൽ നിന്ന്, മിൻ ഖൽബിൻ ഗാഫിലിൻ എന്ന ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഖൽബിൻ ഗാഫിൽ, ഗഫലത്തുള്ള ഖൽബിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഗഫലത്തുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എവിടുക്കാ പോകണമെന്നൊന്നും ഒരു നിയന്ത്രണം ഉണ്ടാവുകയില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ അള്ളാഹ് പറയാണ് വഅസറു നജ്വല്ലദീന ളലമു. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരെ പറ്റി ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറക്കാണ്. അപ്പൊ ആയത്തിറക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നിലക്കും അവർക്ക് എതിർക്കാനോ അല്ലെങ്കിൽ എതിർക്കാനോ നബി കൊണ്ടുവരുന്ന ആയത്തുകൾക്ക് മറുപടി പറയാനൊരു കഴിയണില്ല. അപ്പൊ പിന്നെ അവരെന്താ വെച്ചാല് മീറ്റിംഗ് കൂടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂറത്തുൽ അംബിയ അവിടെ ഇറങ്ങിയതാണ്, മക്കത്തല്ലേ? സൂറത്തുൽ അംബിയ മക്കയാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഈ ആയത്തുകളൊക്കെ ഓതി കൊടുക്കുമ്പോൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്തിന് മറുപടി പറയാനോ അല്ലെങ്കിൽ പ്രവാചകനെ എതിർക്കാനോ അവർക്ക് കഴിയാതെ വരുമ്പോൾ അവര് മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കുകയാണ് നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ. അങ്ങനെ അതാണ് വഅസറു നജ്വ. അസറ എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി നടത്തും. നജ്വ എന്ന് പറഞ്ഞാൽ നജ്വ എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന എന്ന് ശരിക്കും അർത്ഥം. എന്താണ് ഗൂഢാലോചന? പിന്നെ നജ്വ എന്നൊക്കെ പേരിടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നജ്വ ഖുർആൻ ഈ അർത്ഥത്തിലാണ് ശതഭാഗം. അവരെ സംബന്ധിച്ചിടത്തോളം ഗോത്രഭരണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാ കാര്യങ്ങളും കൂടിയാലോചനയിലൂടെയാണ് എന്ത് ചെയ്യുക. അത് നല്ലതിനാണെങ്കിലും ചീത്തക്കാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ശൂറൊൽക്കുണ്ടാവും. അത് അറബികളുടെ ഒരുപാട് നന്മകളിൽ ഒരു നന്മയാണ് കൂടിയാലോചന. അറബികളെ മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അഖീദ പഴച്ചിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ അവർ നല്ലവരാണ്. എങ്ങനത്തെ കാര്യത്തിൽ വാക്ക് പറഞ്ഞാൽ പാലിക്കുക, ചതി അവർക്കില്ല. അതെവിടെ ഉണ്ടായിരുന്നു അറിയാം? മദീനത്ത് മുനാഫിക്കിന്റെ അടുക്കൽ. അറബികളെ സംബന്ധിച്ചിട്ട് ഒരിക്കലും ചതിക്കൂല. ഇപ്പൊ നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട് അവർ വളഞ്ഞു. പക്ഷെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ കയറിയോ? കയറിയില്ല. അതാണ് അല്ല.
അതായത് പുറത്തുനിന്നേ കൊല്ലുള്ളൂ, വീട്ടിൽ നിന്ന് എന്ത് ചെയ്യൂല, കൊല്ലുള്ളൂ. ചതിച്ചു കൊല്ലുക എന്ന ഏർപ്പാട് മക്കൾക്കാർക്ക് എന്തില്ല, പരിചയമില്ല. മാത്രമല്ല വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാണ്, അതിലെന്തില്ല. അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുത്തു. പിന്നെ നബിക്ക് അവിടെ സ്വാതന്ത്ര്യമാണ്. അതാ അബൂ താലിബിന്റെ ഒറ്റ വാക്കുമനാണ് നബി അവിടെ നിൽക്കുന്നത്. അബൂ താലിബിനാണ് ശരിയാക്കി റസൂലുള്ളാഹിനെ ശരിയാക്കൂല്, അത് ചെയ്യൂല. അതുപോലെ എന്താ പറയാ, അറബികളെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അയ്യാഴ്ചയുടെ ഒരു നല്ലവരാണെന്നല്ല, അഖീദ വെച്ചവരാണ്, തൗഹീദ് ഇല്ലാത്തവരെ മുശ്രിക്കുകളാണ്. പക്ഷെ ഒരു മുശ്രിക്കായിരുന്നപ്പോൾ പോലും എന്തുണ്ടായിരുന്നു, വാക്ക് പാലിക്കുക. അതാണ് പറഞ്ഞത്. നജ്വ എന്ന് പറഞ്ഞ ഒരു കൂടിയാലോചനയിലാണ് അവർ ഏത് കാര്യം തീരുമാനിക്കുക. അപ്പൊ ആ കൂടിയാലോചനയിൽ ഗൂഢാലോചന അവർ നടത്തി. ആർക്കെതിരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. ഇവിടെ അല്ലാഹു പറഞ്ഞു വെച്ചാൽ ഹൽ ഹാദാ ഇല്ലാ ബശറും മിഥ്ലുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 കൊല്ലം ആരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്? മക്കത്തെ മുശ്രിക്കിന്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി അല്ലമീൻ നമുക്കതറിയാലോ. എന്നിട്ട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40ാമത്തെ വയസ്സിൽ ഈ പുതിയ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കതിന് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ പോലും പറഞ്ഞെന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ തന്നെയല്ലേ, എന്താ മൂപ്പർക്ക് പ്രത്യേകത, എന്താ മൂപ്പർക്ക് പ്രത്യേകത? അപ്പൊ ഞമ്മക്ക് പിന്നെ നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യൻ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, മൂപ്പരെ ഫിത്നയിൽ എന്ത് ചെയ്യണ്ട, പെട്ടുപോകണ്ട എന്ന് ആളുകളോട് പറയാൻ വേണ്ടി അവർ മീറ്റിംഗ് കൂടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ അവർ പറഞ്ഞ ഇല്ലാ ബശറും മിസ്ലുക്കുന്ന, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് ഈ മുഹമ്മദ് എന്ന. പക്ഷെ നമ്മുടെ വിശ്വാസം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണോ? അല്ല, അതുണ്ട്. വഹി ഉണ്ടാകുന്നതിന്റെ മുമ്പോ, വഹി ഉണ്ടാകുന്നതിന് മുമ്പോ സ്വഭാവം മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം 2 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അതിന് ഒന്ന് നബിയാകുന്നതിന് ശേഷവും ഒന്ന് നബിയാകുന്നതിൻ്റെ എത്രയോ മുമ്പാണ് ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാമിലേക്ക് യാത്ര പോയി. ആരോടെ? അബൂ താലിബിന്റെ കൂടെ. വഴിയിൽ വെച്ചൊരാൾ കണ്ടു, ഇദ്ദേഹം അബൂ താലിബ്, ഇദ്ദേഹം പ്രവാചകനാണ്, സൂക്ഷിച്ചോളെ, ജൂതന്മാർ ഇയാളെ കൊല്ലും. ഒരു അഹ്ലു കിതാബിൽപ്പെട്ട ക്രിസ്ത്യാനിയായൊരു മനുഷ്യന് നബിനെ കണ്ടപ്പോൾ മനസ്സിലായി ഇയാൾ നബിയാണ്. 40 വയസ്സിന് മുമ്പ്, 40 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നി ലഅലമു ഹജറൻ വശജറൻ യുസല്ലിമു അലയ്യ ബിമക്ക. ഞാൻ നബിയാകുന്നതിന്റെ മുമ്പ് മക്കയിൽ എനിക്ക് സലാം പറഞ്ഞിരുന്ന കല്ലുകളെ എനിക്കറിയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പത്തിൽ തന്നെ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. നുബൂവത്തിന് എല്ലാ സുപ്രഭാതത്തിൽ പിടിച്ചുകൊണ്ട് പോണ ആള് അന്തിച്ച് പിടിച്ച് നബിയെന്ന് പറഞ്ഞല്ല, മനസ്സിലായില്ലേ? അപ്പൊ നമുക്കറിയാലോ, നമ്മളെല്ലാവരും മദ്രസയിലൊക്കെ കേട്ട സംഭവമായിരിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകളുടെ ആഘോഷം കാണാൻ വേണ്ടി പോയി. എന്തുണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീണു. അത് കാണാൻ അല്ലാഹു അയച്ചില്ല. അത് കഴിഞ്ഞിട്ടാ പിന്നെ നബിക്ക് ബോധം വന്നു. അന്ന് നബിനെ സംരക്ഷിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ് വെച്ചാൽ സാധാരണ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യന്. അതിനൊന്നും സഹിയായി വന്നിട്ടില്ല. മാത്രമല്ല പേര് നോക്കി, മുഹമ്മദ് എന്ന പേര് അറബികൾക്കിടയിൽ പ്രശസ്തമായ പേരല്ല. എത്രത്തോളം ചോദിച്ചാൽ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് ആയിരിക്കുന്ന ആർക്കറിയാം? അഹ്ലു കിതാബിനറിയാം. അള്ളാഹു പറഞ്ഞു യഅരിഫൂനഹു കമാ യഅരിഫൂന
അഭിനാവ്. സ്വന്തം മക്കളെ അറിയണ പോലെ നബിനെ ആർക്കറിയും? കാരണം അത്രയും വ്യക്തമായി കിതാബിൽ വന്നിട്ടുണ്ട്. ഓരോ കിതാബില് തൗറാത്തിലും ഇഞ്ചിയിലൊക്കെ റസൂലുള്ളാന്റെ എവിടത്തെ റസൂൽ എവിടേക്കാണ് ഹിജറ പോകുക, എവിടുന്ന് എവിടേക്ക് ഹിജറ പോകും. അതുകൊണ്ടാ ബൽആം ബിൻ ബൗറ അപ്പൊ തന്നെ പറഞ്ഞല്ലോ, ഖദീജാർന്ന് കൊണ്ടപ്പോ ഇദ്ദേഹത്തെ കൗമി പുറത്താക്കുമെന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ അത്രയും ഭേദം പഠിച്ച് ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലാണ് ഒരു പ്രവാചകൻ വരിക എന്ന് അവർക്കറിയാം. അതൊക്കെ ഭേദഗതി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനായ സന്ദർഭത്തിൽ ഒരുപാട് അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ അവിടെ കുട്ടികൾക്ക് എന്ത് പേരിട്ടെന്നറിയാം? മുഹമ്മദ് എന്ന് പേരിട്ടു. അവിടെ കുട്ടികൾക്ക് ഈ കുട്ടി പ്രവാചകനാകട്ടെ എന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് പേരിട്ടു. ചരിത്രത്തിൽ അങ്ങനെ കുറെ മുഹമ്മദ്മാരുണ്ടെന്നല്ലാതെ മുശ്രിക്കിന്റെ കൂട്ടത്തിൽ ഒരു മുഹമ്മദും ഇല്ല. അത് അള്ളാഹുവിന്റെ ഇടപെടലാണ് അവിടെ. അതുകൊണ്ടാണ് ഫവജദക ളാല്ലൻ ഫഹദ എന്ന് പറഞ്ഞില്ലേ, വഴിതെറ്റിയവനായപ്പോൾ നിന്നെ ഞാൻ വഴി കാണിച്ചു തന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തിന് മുമ്പും ചില പ്രത്യേകത, പക്ഷെ അത് നമുക്ക് മാതൃകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് മുമ്പും അള്ളാഹ് റസൂലുള്ളാഹിനെ സംരക്ഷിച്ച് എന്തിട്ടുണ്ട്? വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അന്നെന്തല്ല, നബിയില്ല. പക്ഷെ ഇത് നബിക്കറിയോ ഞാൻ നബിയാകുമ്പോണ്ടെന്ന്? ഇല്ല. നബി ഒരിക്കലും നുബുവത്ത് പ്രതീക്ഷിച്ചതുമില്ല, നുബുവത്ത് ആഗ്രഹിച്ചതുമില്ല. നുബുവത്ത് ആഗ്രഹിച്ചതാണെങ്കിൽ എന്താ ഉണ്ടാകുക? ജിബ്രീൽ കെട്ടിപ്പിടിച്ചപ്പോ അൽഹംദുലില്ലാഹ് തുള്ളിച്ചാടല്ലേ വേണ്ടേ? നബി എന്ത് ചെയ്ത്? നബി പേടിച്ചോടിയ ഖദീജാവിന്റെ അടുത്തേക്ക് പോലെ ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കിട്ടുകയാണെങ്കിൽ ആഹ്ലാദം കൊണ്ട് ഖദീജ കിട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വരില്ല വരിക. എന്താ ചെയ്ത്? അപ്പൊ നബി ഒരിക്കലും പ്രതീക്ഷിക്കുന്നു, നബി ഇത് അറിയുന്നതല്ല. പക്ഷെ അള്ളാഹു നബിന് എന്ത് ചെയ്യുന്നുണ്ട്? വളർത്തിക്കൊണ്ട്. അതുകൊണ്ടാണ് ഒരൊറ്റ തിന്മയും മക്കത്തെ മുശ്രിക്കുകളടക്കം പിന്നെ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ്. നബി നുബുവത്തിന് മുമ്പ് പോലും ഒരു വിഗ്രഹത്തെ വണങ്ങുക പോലും ചെയ്തിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാ വിവരം തന്നെയാണ്. അതായത് അള്ളാഹു മുസാനബിന്റെ ചരിത്രങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ നബിമാർക്കും സംരക്ഷണം ഉണ്ടാവും. പക്ഷെ നമ്മളെന്താ വെച്ചാൽ വഹയുണ്ട് എന്നത് മാത്രം. വഹി ഉണ്ടാകുന്ന മുമ്പും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നബിയെ സംരക്ഷിച്ചു. പിന്നെ വഹി കിട്ടിയപ്പോൾ എന്തായി? അവിടെ മുതലാണ് നബി നബിയാവുന്നതും റസൂലാണ്. അതോടുകൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പ്രത്യേകതകൾ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ, ജിബ്രീലിന്റെ ശബ്ദം കേൾക്കാനൊക്കെ റസൂലുള്ളാഹിക്ക് കഴിയും, നമുക്ക് കഴിയില്ല, സഹാബത്തിന് കഴിയില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായിട്ട് ചില പ്രത്യേകതകളുണ്ട്. ഹദീസിൽ കാണാം 30 ആട ശക്തി ആർക്കുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട് 30 ആട ശക്തി. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ 30 ആളെ ശക്തി ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദേഹോപദ്രവം നടത്തി എത്ര ചരിത്രങ്ങളുണ്ട് ഇല്ലേ? ഒരു ജൂതനായ മനുഷ്യൻ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഒരു നിർബന്ധ സാഹചര്യത്തിൽ കടം വാങ്ങി കുറച്ച് പൈസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീൽ അവിടെ ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പുറത്തൊരു മുണ്ടുണ്ട്, നമ്മുടെ പുറത്ത് മുണ്ടിടുന്നു. അപ്പൊ അതിന് പിടിച്ചിട്ട് വലിച്ചു. അയാൾ വലിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തരാനുള്ള പൈസ ഉണ്ടാകുന്നു. സഹാബത്തൊക്കെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി ഇപ്പം അങ്ങനെ അനുവാദം അവൻ്റെ കഴുത്ത് ഞാടും. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. പക്ഷേ നബി ഒന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കൊടുക്കുന്നു. ഞമ്മക്ക് 30 ആളെ ശക്തി അല്ല, ആരാളെ ശക്തിൻ്റെ ആളെ വിടുക, നമ്മൾ വിടുക. പക്ഷെ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതെന്താ അയാൾ ചെയ്തറിയാം നമുക്ക്? ഇയാൾ പിന്നെ മുസ്ലിമായി. അയാൾ പറയണ, ഞാൻ ഒരു പ്രവാചകനെ പരീക്ഷിക്കുകയായിരുന്നു, നിങ്ങൾ സത്യപ്രവാചകനാണോ അല്ലേ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പരീക്ഷിക്കുക. വളരെ പരുഷമായി പെരുമാറിയാലും ഒരു പ്രവാചകനാണെങ്കിൽ വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുക. അത് ഞാൻ അതും കൂടി എനിക്ക് പരീക്ഷിക്കാനുള്ളത്. അതേ നബിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ സദസ്സിൽ വരും. അപ്പൊ അതും കൂടി എനിക്ക് പരീക്ഷിക്കാനുള്ളൂ. അത് ഞാൻ സത്യമായി കണ്ടു, ഞാനിതാ വിശ്വാസിയായിരിക്കുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിക്ക് ശാരീരികമായിട്ട് ചില പ്രത്യേകതകളുണ്ട്. അതേപോലെ തന്നെ അഹ്കാമി മതപരമായിട്ടും ഒരുപാട് പ്രത്യേകത നമുക്കറിയാം. അതൊന്നുമില്ല. അതായത് ഒരു മനുഷ്യനാണ് നബി.
അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ആളുകൾ പറയും നബിയുടെ കാട്ടുമൂത്രം നജസല്ല, അതിനൊന്നും ഒരു തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി സാധാരണ എന്താണോ സഹാബത്ത് ചെയ്തിരുന്നത് അത് തന്നെയാണ് നബി എന്ത് ചെയ്യുക. പക്ഷെ ആൾക്കാർ നബിയുടെ നബിയുടെ കാട്ടുമൂത്രമൊക്കെ സുഗന്ധമായിരുന്നു. എന്താ തെളിവൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ എന്ന നിലക്ക് റസൂലുള്ളാഹിക്ക് വേദന ഉണ്ട്, റസൂലുള്ളാഹിക്ക് ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്, മറവിയുണ്ട്. അത് മറയില്ലാത്ത സന്ദർഭത്തിൽ 2 മരങ്ങൾ അടുത്ത് നിന്നിട്ടുണ്ട്. ഇവരുടെ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ നബിക്കുണ്ടാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായ ചിലപ്പോൾ നിഴലില്ല എന്നുള്ളതൊന്നും ഹദീസിൽ വന്നതല്ല. വിയർപ്പുണ്ടാവും. വിയർപ്പ് അത് നമ്മളത് നജസല്ലല്ലോ. നബിന്റെ മാത്രം നമ്മളെ വിയർപ്പ് നജസല്ലല്ലോ. മലവും മൂത്രവും റസൂലുള്ളാഹിന്റെതും നജസിന്റെ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുടി സഹാബത്തിന് കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വിയർപ്പ് ഉമ്മു സലീം റളിയല്ലാഹു അൻഹ എടുത്തിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹിന്റെ മൂത്രം ആരും കൊടുത്തായിട്ട് ഒരൊറ്റ സംഭവമില്ല, ഒറ്റ സംഭവമില്ല. അല്ല, ചെറു രോഗമാണ്. അതായത് അള്ളാഹു റസൂലുള്ളാഹിക്ക് രോഗം കൊടുത്തിട്ടില്ലേ, അത് സംഭവിച്ചാൽ എന്താ ചെയ്യാന്നുള്ളത് നബിയിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അതൊരു പരീക്ഷണം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു രോഗം ഉണ്ടായി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ആരോപണം ഉണ്ടായി. അതുപോലത്തെ സംഭവമാണ്. വിവരം വെച്ചാൽ ഇല്ലാ ബശറും മിസ്ലുക്കുന്ന മുശ്രിക്കീങ്ങൾ പറഞ്ഞതുപോലല്ല നമ്മൾ പറയുന്നത്. മുശ്രിക്കീങ്ങൾ പറഞ്ഞെന്താ, ഇതിന് സാധാരണ നമ്മളെപ്പോലത്തെ മനുഷ്യനല്ലേ, മൂപ്പർക്ക് എന്താ പ്രത്യേകത എന്നാണ് മുശ്രിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുകൊണ്ട് ഉമർ മൗലവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനെന്നാണ് പറഞ്ഞാൽ അയാൾ കാഫിറാണ്. ആര് പറഞ്ഞു? ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മളെ പറ്റി വലിയ ആരോപണം എന്താ, മുജാഹിദീങ്ങൾ നബി സാധാരണ മനുഷ്യനായി. സാധാരണ മനുഷ്യൻ പറയാൻ പാടില്ല നമ്മൾ പറഞ്ഞു. പക്ഷെ നബി ഒരു മനുഷ്യനാണ്, മലക്കല്ല. ആദം നബിയുടെ സന്താനങ്ങളിൽപ്പെട്ട അബ്ദുള്ളയുടെയും ആമനയുടെയും മകനായി സാധാരണ പോലെ ജനിച്ച ഒരു മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പം മുതൽക്കു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? സംരക്ഷിച്ചു വന്നിട്ടുണ്ട്. ആ സംരക്ഷണം റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം വരേക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ കൊല്ലാനൊന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് നബിൻ്റെതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും പ്രവാചകന്റെ കുപ്പിളിച്ച വെള്ളവും കൊടുത്ത വെള്ളമൊക്കെ സഹാബത്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കന്മാർ നേതാവാണ് ആര്? പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായ മനുഷ്യനാരാ? അബൂബക്കർ സിദ്ദീഖാണ്. ആദം നബിയുടെ നബിയുടെ മക്കളിൽ പ്രവാചകന്മാർ കഴിഞ്ഞാൽ എല്ലാ നബിമാർക്കും ഉമ്മത്തുണ്ടല്ലോ. എല്ലാ നബിമാരുടെ ഉമ്മത്തുകളിലും ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുടിയോ വിയർപ്പോ ഡ്രസ്സോ ആരെടുത്ത് വെച്ചിട്ടില്ല? ഒരു സഹാബി എടുത്ത് വെച്ചിട്ടില്ല. കാരണം എന്തില്ല? ബർക്കത്തില്ല. റസൂലുള്ളാഹിന്റെ. പക്ഷെ അത് റസൂലുള്ളാഹിന്റെ ബർക്കത്തുണ്ട് ചോദിച്ചാലും നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് ബർക്കത്തുണ്ട് ചോദിച്ചു കണ്ടു കഴിഞ്ഞിട്ട് പോലും വെള്ളം തുപ്പിക്കലും മറ്റതൊന്നും അതിനൊന്നും യാതൊരു തെളിവുമില്ല. പ്രത്യേകിച്ചാൽ നമ്മളെ ഉമിനീരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എന്താ വെച്ചാൽ രോഗാണുക്കളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ വൃത്തിയും കാര്യമൊന്നും ഇല്ലാത്ത വെള്ളത്തിൽ തുപ്പിയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത രോഗമൊന്നും ഉണ്ടാകലേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മാറലുണ്ട്. അതേ സമയത്ത് സംസം അതിൽ റസൂലുള്ളാഹിന്റെ ഉമിനീര് കലർന്നിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തു, തവാഫ് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസമിന്റെ അടുത്തേക്ക് വന്നു, കുറച്ച് വെള്ളം കുടിച്ചു. എന്നിട്ട് ആ വെള്ളം കുടിച്ച പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ നിന്ന് കുറച്ച് കുപ്പിളിച്ച് ആ സംസം കിണറിലേക്ക് എന്ത് ചെയ്തു? അതൊഴിച്ചു. അപ്പൊ സംസമിന് ഹാജറ ബീവിയുടെ
ആ അന്നത്തെ ബർക്കത്തുണ്ട്, റസൂലുള്ളാന്റെ ഉമിനീരിന്റെ ബർക്കത്തും കൂടി എന്തിനുണ്ട്? സംസം വെള്ളത്തിനുണ്ട്. നമ്മളെ ചില ആൾക്കാർ പറഞ്ഞ പോലെ മഴവെള്ളം പോലത്തെ വെള്ളമല്ല സംസം വെള്ളം, മനസ്സിലായത്? അതുകൊണ്ടാണ് ഷിഫാ സുഖ്മി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, മുശ്രിക്കീങ്ങൾ നബിയെ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ ഒരിക്കലും ഒരു വിശ്വാസം എന്ത് ചെയ്യാൻ പാടില്ല? റസൂലുള്ളാഹിനെ പറയാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അള്ളാഹിൻ്റെ സൃഷ്ടികൾ ലോകത്ത് എത്ര ഉണ്ട്? അള്ളാഹിൻ്റെ അർശ്, അള്ളാഹിൻ്റെ കുർസി, അള്ളാഹിൻ്റെ ജിബ്രീലിനേക്കാളും ശ്രേഷ്ഠനാണ് സുബ്ഹാനല്ലാഹ് നമ്മുടെ നേതാവായ മുഹമ്മദ് സ്വല്ലല്ലാഹു. അത് നമുക്ക് കൂടി എന്താണ്? അഭിമാനല്ലേ? നമ്മുടെ നേതാവാണ് ലോകത്തെ ഏറ്റവും വലിയ, ഏറ്റവും ആഴമായ, അഫ്ദലായ സൃഷ്ടി. ആ സൃഷ്ടിയുടെ അനുയായിയാണ് നമ്മളെന്നുള്ളത് നമുക്കും കൂടി എന്താണ്? ഒരു ഫഖറ. ലോകത്ത് ഒരു ഉമ്മത്തിനും കിട്ടാത്ത ഫضലാണ് അത് നമുക്ക് കിട്ടും. അൽഹംദുലില്ലാഹ്. മനസ്സിലായി? അപ്പൊ ഇവിടെ ഇല്ലാ ബശറുൻ മിസ്ലുക്കും നബിനെ പറ്റി അവർ പറഞ്ഞത് നബിനെ കൊച്ചാക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ നബിനെ പറ്റി വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. നബി ഒരു മനുഷ്യനാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹ് കൊടുത്തിട്ടുണ്ട് ജീവിതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആ രൂപത്തിൽ തന്നെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകാതിരിക്കുമാറാവട്ടെ. നമ്മൾ രോഗം മൂലം പ്രയാസപ്പെടുന്ന, കടബാധ്യത മൂലം പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം എല്ലാവിധ പ്രയാസങ്ങൾ ദൂരീകരിച്ചുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും പഠിച്ച കാര്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ ജീവിതം ക്രമീകരിക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം സലഫി ജമൽ വെച്ചുകൊണ്ട് പിന്നെ ഷഫീഖ് മുഹമ്മത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. കഴിവിൻ്റെ പരമാവധി ആളുകൾ നമ്മുടെ സലഫി സെൻ്റർ വെച്ചാണ്. കഴിവിൻ്റെ പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.